എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് LG ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒരു PCB ആണ് നോക്കുന്നത്. അപ്പോൾ ഈ PCB വന്നിരിക്കുന്ന കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഇതിൽ പവർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പവർ കൊടുത്ത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് പവർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഓഫായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ്. ഈ കംപ്ലൈൻറ്റ് വേറെ ആരോ നോക്കിയതാണ്, വേറൊരു ടെക്നീഷ്യൻ നോക്കിയതാണ്. ഇതിൻ്റെ പാടുകളൊക്കെ ഇവിടെ കാണാവുന്നുണ്ട്. കണ്ട് ഇതൊക്കെ വലിച്ച് ഇളക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ഇളക്കി. രണ്ട് ബോർഡും ഇളക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ വാക്സ് കോട്ടിങ് ഉൾപ്പെടെയാണ് ഇളക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് പുള്ളിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമുക്കിതൊന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയാണ് ഇതിൽ കംപ്ലൈൻ്റ് എന്ന്. ആദ്യം നമുക്കിതൊന്ന് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം. അതിന് മുന്നേ നമുക്കിവിടെ പവർ കൊടുക്കാം. അതാണ്ട് ഇതിൽ പവർ കൊടുക്കുന്നത് ഈ രണ്ട് റിലേയിലാണ്. ഈ റിലേയിൽ ഒന്ന് ഈ സൈഡും ഒന്ന് ഈ സൈഡുമാണ് പവർ കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കണക്ഷൻ ന്യൂട്രലോ ഫേസോ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രൽ ഫേസും കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതിനുശേഷം പവർ കൊടുത്തിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ടുണ്ട്, റിലേ അടിച്ച് ഓൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ പിറകിലുള്ള LED ചുവന്ന LED കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ഓണായി വരും, അങ്ങ് ഓഫായി പോകും, ഓണായി വരും, ഓഫായി പോകും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇത് ഈ സ്റ്റോപ്പ് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ റിലേ കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റിലേ ഇതിൽ ഓവർലോഡായിട്ട് അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആവുകയും ഈ ഒരു സിസ്റ്റം ഈ ഒരു ബോർഡ് ഓഫ് ആവുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അതെന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതിനകത്ത് എല്ലാ വോൾട്ടേജും ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വർക്ക് ചെയ്യാനുള്ള റിലേ ഉള്ളതുകൊണ്ട് 12 വോൾട്ട്, ഈ ഫ്രണ്ടിൽ പ്രോസസ്സർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട്, ഇത് IPM ഉള്ളതുകൊണ്ട് IPM പ്രവർത്തിപ്പിക്കാനുള്ള 15 വോൾട്ട്. ഇതെല്ലാം ഈ ഒരു ചോപ്പർ ഈ ഒരു പവർ സപ്ലൈയിൽ ജനറേറ്റ് ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ എല്ലാം ബോർഡെല്ലാം അഴിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കവറിൽ തന്നെ ഇത് മൊത്തത്തിൽ അഴിച്ചെടുക്കാം. ബാക്ക് പാനൽ PCB ഇത് ഇളക്കിയിട്ട് ഇവിടുത്തെ വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ഫ്രണ്ട് പാനൽ PCB ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പാനൽ PCB ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിറകിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മുടെ ക്രിസ്റ്റൽ സോൾഡർ ചെയ്തിട്ടുണ്ട്, ക്രിസ്റ്റലിൻ്റെ സൈഡ്. പിന്നെ ഇവിടെ ഇളക്കി ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കൊണ്ടുവന്നു. ഈ സൈഡിലെ മൊത്തവും വലിച്ചിളക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഈ പവർ സപ്ലൈയിലുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ പവർ സപ്ലൈയിൽ എത്ര വോൾട്ടേജുകൾ, എല്ലാ വോൾട്ടേജും ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് ഏതെങ്കിലും വോൾട്ടേജിന് ഫാൾട്ട് ഉണ്ടോ എന്നൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് തിരിച്ച് വയ്ക്കുക. ഇപ്പോൾ നേരത്തെ ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്നും കൂടെ ഇതെല്ലാം ഈ വോൾട്ടേജ് എല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല നോക്കാം. ഒന്ന് ഈ കപ്പാസിറ്റർ, ഒന്ന് ഈ കപ്പാസിറ്റർ, ഒന്ന് ഈ കപ്പാസിറ്റർ, ഇതിലെല്ലാത്തിലും എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ IPM വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 15 വോൾട്ട്, പിന്നെ ഇതിൻ്റെ പ്രൈമറി സെക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 12-13 വോൾട്ട് വരണം. പിന്നെ വരുന്നത് ഒരു 12 വോൾട്ടാണ്. അതാണ് ഈ റിലേയിൽ വന്നിട്ട് ഇവിടെ ബക്ക് കൺവേർട്ട് ചെയ്തിട്ട് 5 വോൾട്ട് പോകും. അത് നമ്മുടെ പ്രോസസ്സർ മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ട് വന്നിട്ട് റിലേ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, 13 വോൾട്ട് വന്നിട്ട് പ്രൈമറി സൈഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജ്. അപ്പോൾ ഈ 3 വോൾട്ടേജ് ഇവിടെ ഉണ്ടോ എന്ന് ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പവർ സീരിയലാണ് കൊടുക്കുന്നത്. പവർ സീരിയൽ കൊടുത്തിട്ട് ഓൺ ചെയ്തു. ഇവിടെ ആ ചുവന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്റർ
വോൾട്ടേജ് മോഡിലാക്കിയിട്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഈ ലാസ്റ്റ് കപ്പാസിറ്ററിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഓക്കെ, ഇത് 13 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 11.67 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 15 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വോൾട്ടേജും കറക്റ്റാണ്. പവർ സപ്ലൈ സൈഡിൽ ഓക്കെയാണ്. ഞാൻ പവർ ഒന്ന് ഊരിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ആ റിലേ അടിക്കുന്നതും ഒരു കംപ്ലൈൻ്റ് ആണ്, അങ്ങനെ അടിക്കാൻ പാടില്ല. നമുക്കൊന്നുകൂടെ ഓൺ ചെയ്ത് നോക്കാം. വോൾട്ടേജ് എല്ലാം കറക്റ്റായിട്ടും ഇത് ഓണായിട്ട് ഓഫായി പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു ഫാൾട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ചിട്ട് ഈ LED ഓഫ് ആകുമ്പോഴത്തേക്കാണ് റിലേ അടിക്കേണ്ടത്. പക്ഷേ ഇത് നമ്മൾ പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ പവർ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കത്തണയും ചെയ്ത് ഇത് ഓഫാണ്. അതായത് ഒരു വോൾട്ടേജ് കംപ്ലൈൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് നോക്കാം എന്തൊക്കെ റീസൺ കൊണ്ടിട്ടാണ് ഇതിൽ ഇങ്ങനെ ഒരു ഫോൾട്ട് വരണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് കണ്ട ഈ ഒരു പ്രോസസ്സർ ICയിൽ ഇൻറ്റേർണലി എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടെങ്കിൽ ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. പിന്നെ വരുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സർ. ഈ മെയിൻ പ്രോസസ്സർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. പിന്നെ വരുന്നത് ഈ ഒരു പവർ സപ്ലൈ ആണ്. ഈ ഒരു പവർ സപ്ലൈയിൽ പിന്നെ വോൾട്ടേജിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ നമുക്ക് ഈ പവർ സപ്ലൈയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാര്യം ഈ IC ഒക്കെ ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം വാക്സ് കോട്ടഡ് ആണ്, രണ്ട് നമ്മളെല്ലാം അഴിച്ചു പറക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു പവർ സപ്ലൈ സംബന്ധിച്ചിട്ട് വേറൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്. പക്ഷേ വോൾട്ടേജ് മാത്രം കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ കറണ്ട്, അതായത് ആംബിയറും കൂടെ കറക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പവർ സപ്ലൈ നല്ല വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കണം. എക്സ്റ്റേണൽ പവർ സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഈ 12 വോൾട്ടില്ലേ, ഈ 12 വോൾട്ടിൽ 2 വയർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇവിടുത്തെ ഈ 12 വോൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. നെഗറ്റീവിൽ ബ്ലാക്ക് വയറും പോസിറ്റീവിൽ റെഡ് വയറുമായിട്ട് പിടിപ്പിക്കുക. എന്നിട്ട് പിടിപ്പിച്ച ഓറിയൻറ്റേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് ഈ 2 വയറിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് പവർ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെഞ്ച് പവർ സപ്ലൈയിൽ നിന്ന് 12 വോൾട്ട് സപ്ലൈ ഡയറക്റ്റ് കൊടുക്കുക. ഞാൻ തിരിച്ച് വെച്ചു. ഇതാണ് നമ്മുടെ പവർ പ്ലഗ് ചെയ്യുന്ന കണക്ടർ. എന്നിട്ട് ഈ ഒരു പവറിൽ 12 വോൾട്ട് എക്സ്റ്റേണൽ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ബെഞ്ച് പവർ സപ്ലൈയിൽ 12 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് പ്രോബ് ഇതിലും കൊടുത്ത് നെഗറ്റീവ് പ്രോബ് ഇതിലും കൊടുത്ത്. അപ്പോൾ തന്നെ ആ ചുമന്ന ലൈറ്റ് അവിടെ കത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ ഒരു പ്രശ്നമില്ലാതെ ഇത് കറക്റ്റായിട്ട് ഓണായി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് പവർ സപ്ലൈ തന്നെയാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ പവർ സപ്ലൈയിൽ സപ്ലൈ വരുന്നുണ്ട്, പക്ഷേ ആ സപ്ലൈക്ക് ആംബിയർ പവർ ഇല്ല. അതായത് കറണ്ട് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. ഈ കറണ്ട് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ ഈ സ്വിച്ചിങ് IC കംപ്ലൈൻ്റ് ആവും, അല്ലെന്നുണ്ടെങ്കിൽ സ്വിച്ചിങ് ICയുടെ പ്രൈമറി സൈഡിൽ ബൂസ്റ്റപ്പ് വോൾട്ട് ഉണ്ട്. അതായത് അതിൻ്റെ ഡ്രെയിനിൽ ഒരു ഡയോഡ് ഇട്ടിട്ട് അതിലൊരു കപ്പാസിറ്ററും റെസിസ്റ്ററും കൊടുത്തിട്ട് പാരലായിട്ട് ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ മൂന്നിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വിച്ചിങ് IC കംപ്ലൈൻ്റ് ആവാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രശ്നം. ഇതിനാണ് ഇത് മൊത്തവും അഴിച്ചു പെറുക്കി ഇതിൻ്റെ പല സൈഡും കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു എക്സ്റ്റേണൽ പവർ കൊടുത്തിട്ട് നമുക്കൊന്ന് മെയിൻ സപ്ലൈ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മെയിൻ സപ്ലൈ കൊടുത്തിരിക്കുകയാണ്.
കണ്ടേ, ഇപ്പോൾ ഈ സപ്ലൈയും കൊടുത്തേക്കണം. പക്ഷേ ഉണ്ടോ, ഇത് ഞാൻ മെയിൻ സപ്ലൈയിൽ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അഡീഷണൽ പവർ കൊടുക്കുമ്പോഴത്തേക്കും ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്തിനാണെന്ന് നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഐ സി, ഈ സ്വിച്ചിങ് ഐ സി ആദ്യം റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബൂസ്റ്റപ്പ്, അതായത് ഡ്രെയിൻ ബൂസ്റ്റപ്പ് എന്ന് പറയും. അതിനാണ് ഈ ഒരു കപ്പാസിറ്ററും ഈ ഒരു ഡയോഡ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ബൂസ്റ്റപ്പ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഔട്ട്പുട്ട് ആംബിയർ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതാദ്യം ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ ഔട്ട്പുട്ടിലുള്ള 3 കപ്പാസിറ്ററുകൾ മാറുക. ഈ കപ്പാസിറ്ററുകൾ വീക്കായിരുന്ന, ഇതിലേതെങ്കിലും ഒരെണ്ണം വീക്കായിരുന്നാൽ പോലും ഈ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു 3 കപ്പാസിറ്റർ ആദ്യം, ഈ 3 കപ്പാസിറ്ററും എത്ര 470 35 വോൾട്ട്, 470 35 വോൾട്ടിൻ്റെ 3 കപ്പാസിറ്റർ ഇവിടെ ഉണ്ട്. ആദ്യം ഈ കപ്പാസിറ്റർ മാറുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്വിച്ചിങ് ഐ സി മാറുക. അപ്പോൾ ഈ ബോർഡിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് ഈ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പവർ കൊടുത്തിട്ടുണ്ട്, പവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യണം. അപ്പോൾ ആ ലൈറ്റ് സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി ഇവിടെ പവർ ബട്ടൺ ഓൺ ചെയ്തപ്പോൾ നമുക്ക് PE എന്നുള്ള എറർ വന്നിട്ടുണ്ട്. മറ്റേ പഴയത് കണക്ക് ഓണായ ഉടനെ ഓഫിലോട്ട് പോകുന്നില്ല. ആ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട് അതിനകത്ത്. അതെന്താണ്, എന്തുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് ഈ പവർ സപ്ലൈ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. ഓക്കെ, അപ്പോൾ ഈ പവറിൽ ഫ്ലക്ച്വേഷൻ, അതായത് ആംബിയർ എടുക്കാതെ വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിന് ചെയ്തതെന്ന് പറയുന്നത് ഈ 3 കപ്പാസിറ്ററാണ് ഇതിൻ്റെ, ഈ ഒരു ചോപ്പർ എന്നുള്ള ഔട്ടിൽ വരുന്ന കപ്പാസിറ്ററാണ്. ആദ്യം ഈ ഒരു 3 കപ്പാസിറ്റർ മാറ്റിയായിരുന്നു. ആ ഇതെന്ന് പറയുന്നത് 470 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററായിരുന്നു. ഈ 3 കപ്പാസിറ്റർ മാറ്റിയതിന് ശേഷം സെയിം കംപ്ലൈൻറ്റ് തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഐ സി, സ്വിച്ചിങ് ഐ സി, ഇതെന്ന് എൻ്റെ നമ്പറെന്ന് പറയുന്നത് A6059H എന്നുള്ള സ്വിച്ചിങ് ഐ സി ആയിരുന്നു ഇത്. ഈ ഐ സി ഞാൻ മാറി. ഈ ഐ സി കംപ്ലൈൻ്റ് ആയാലും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ടും ഞാനിവിടെ മാറിയിട്ടും സെയിം ഇഷ്യൂ തന്നെയാണ്. പിന്നെ അതിനുശേഷം വരുന്നതാണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പവർ സപ്ലൈനെ സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ഫീഡ്ബാക്ക് ട്രാൻസിസ്റ്ററാണ് ഇത്. അതായത് നമുക്കിവിടെ 15 വോൾട്ട് വരണം. ഈ 15 വോൾട്ടിൽ കൂടി കഴിഞ്ഞാൽ ഇത് ഓഫ് ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 50 വോൾട്ട് നേരെ ആദ്യം ഈ കാണുന്ന ഡയോഡിൽ വരും. ഇത് നെഗറ്റീവ് സൈഡ്, ഇത് പോസിറ്റീവ് സൈഡ്. ഇവിടെ നെഗറ്റീവ് വന്നിട്ട് ഇവിടെ നിന്ന് കയറി ഇറങ്ങി 15 വോൾട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് വേറൊരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. ഈ ഡയോഡിൽ നിന്ന് ഇതൊരു 15 വോൾട്ടിൻ്റെ സെനർ ഡയോഡാണ്. അതായത് ഇത് 15 വോൾട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന ഈ 15 വോൾട്ടിൽ കൂടുതൽ വരുന്നത് മാത്രമേ, ഇപ്പോൾ 15.2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 15, ഇവിടെ 0.2 വോൾട്ട് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് വരേണ്ടത് 15.5 അല്ലെങ്കിൽ 6 ആ ഒരു വോൾട്ടേജാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ആ വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് ഇവിടെ 0.65 എന്നുള്ള ആ ഒരു വോൾട്ടേജ് ഇവിടെ വരും. അത് നേരെ ഈ 2 റെസിസ്റ്റൻസിൻ്റെ വഴി ഇത് കയറി ഇറങ്ങി ഇവിടെ ഇതിൻ്റെ കളക്ടർ ബേസിൽ വരും. എമിറ്റർ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് ഈ വോൾട്ടേജ് ഇതിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5ന് പകരം 7.7 വോൾട്ടേജ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ട്രാൻസിസ്റ്റർ ആക്ടിവേഷൻ ആവുകയും ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുകയും ഇവിടെ 0 വോൾട്ട് ആക്കുകയും ഈ ഒരു സർക്യൂട്ട് ഫുള്ളാം മൊത്തത്തിൽ ബ്രേക്ക് ആവുകയും ചെയ്യും.
ഇതൊരിക്കൽ ബ്രേക്കായി കഴിഞ്ഞാൽ പിന്നെ ആ ബ്രേക്ക് മാറുന്നത് വരെ ഈ ഒരു സ്വിച്ചിങ് ഐ സി എപ്പോഴും ഓഫ് മോഡിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററും അങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടിട്ടാണോ ഇത് പ്രശ്നമാവുന്നതെന്ന് കരുതിയിട്ട് ഈ ഒരു ട്രാൻസിസ്റ്ററും മാറിയായിരുന്നു. എന്നിട്ടും സെയിം കംപ്ലൈൻറ്റ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഈ സ്വിച്ചിങ് ഐ സിയുടെ വി സി സി സപ്ലൈയിൽ ഈ സ്വിച്ചിങ് ഐ സിയുടെ വി സി സി സപ്ലൈയിൽ വരുന്ന കപ്പാസിറ്ററാണ്. അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിലാണ് കൂടുതലായിട്ടും ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു 9, 13, 12 അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത ടൈമിൽ ഈ വോൾട്ടേജ് ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു ഡൗട്ട് എനിക്ക് ഈ ചോപ്പറിലൊരു ഡൗട്ട് വരായിരുന്നത്. പിന്നീട് കൂടുതലായിട്ട് നോക്കി ഡീപ്പായിട്ട് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഈ 4 റെസിസ്റ്റൻസിൽ ഡിവൈഡ് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് വോൾട്ടേജ് വരുന്നുണ്ട്. ഈ സ്റ്റാർട്ടപ്പ് വോൾട്ടേജാണ് ഇതിൽ വരുന്നത്. ഈ ചോപ്പർ എന്നുള്ള വോൾട്ടേജ് വരുന്നില്ല. ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തതിന് ശേഷം ഈ ചോപ്പറിൽ നിന്നാണ് ഇതിന് ആംബിയർ കൂടിയ സപ്ലൈ ഇവിടെ വരേണ്ടത്. ഇത് മില്ലി ആംബിയറിലായിരിക്കും. ഇത് ഇച്ചിരി ഒരു 1 ആംബിയറൊക്കെ 2 ആംബിയറിലൊക്കെ ഇതിൽ നിന്ന് വരുന്നത്. എങ്കിൽ മാത്രമേ ഈ ഒരു സ്വിച്ചിങ് ഐ സി സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു വോൾട്ടേജ് ഈ വി സി സിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് വന്ന സമയത്ത് ഈ സ്വിച്ചിങ് ഐ സിക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് വോൾട്ടേജ് വരാനുള്ള ഈ സപ്ലൈ, അതായത് ഈ ചോപ്പറിൽ നിന്ന് വരുന്ന സപ്ലൈ ബ്രേക്കാണ്. അതായത് ചോപ്പറിനകത്തുനിന്ന് സർക്യൂട്ട് ഇല്ല. അതായത് ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കപ്പാസിറ്റർ എന്ന് പറയുന്ന 330 വോൾട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് നേരെ സ്വിച്ചിങ് ഐ സിയിലോട്ട് പോകും. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡ്. ഈ കപ്പാസിറ്റർ നെഗറ്റീവ് സൈഡാണ്. ഈ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ഡയോഡ് ഇട്ടാണ് ഇതിന് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിങ് ഐ സിയിൽ പവർ കൊടുക്കുന്ന ഈ ഒരു 2 കണക്ഷനിൽ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ചോപ്പർ അഴിച്ചിട്ട് അതിൻ്റെ കണക്ഷൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ ക്ലാവ് പിടിച്ചിട്ട് അത് പൊട്ടിക്കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ തിരിച്ച് സോൾഡർ ചെയ്ത് എല്ലാം പഴയത് കണക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും ഈ ബോർഡ് പഴയ പോലെ മാനുവലായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഒരു യാതൊരുവിധ നേരത്തെ ആദ്യം കണ്ട ഓണായ ഉടനെ തന്നെ ഓഫായി പോകുന്ന ആ ഒരു കംപ്ലൈൻറ്റിൽ നിന്ന് മാറി സ്റ്റേബിളായിട്ട് സപ്ലൈ എല്ലാം വരുന്നുണ്ട്. ഇതാണ് ഇതിൽ സംഭവിച്ചത്. ഇതിൻ്റെ പ്രൈമറി ഈ വോൾട്ടേജ് കൊടുക്കാനുള്ള സപ്ലൈയിലുള്ള ആ വൈൻഡിങ് കിടന്നതായിരുന്നു ഇതിലുള്ള പ്രശ്നം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം മാറ്റേണ്ടി വന്നു ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവസാനം നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റ് ഞാനത് കണ്ടുപിടിച്ചു, അത് മാറ്റി, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കറക്റ്റായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.